ഹലോ ഗൈസ്, നമ്മുടെ വീട്ടിലുണ്ടായ ഈ വഴുതനങ്ങ നമുക്ക് എങ്ങനെയാണ് ഒരു അടിപൊളി മെഴുക്കുവരട്ടി വെക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ രീതിയിലൊന്ന് കണ്ടിച്ചിട്ടതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തു. ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും നമ്മളിട്ട് അത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിലെ ആ കറകളൊക്കെ ഒന്ന് പോകും, നല്ല രീതിയിലാകും. അതിന് ശേഷം നമ്മൾ പച്ചമുളകും അതുപോലെ സവോളയും കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടൊന്ന് ബ്രൗൺ കളർ ആകണം കേട്ടോ. അപ്പോൾ അത്രയും ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ തന്നെ ഈ ഒരു പരുവത്തിലെത്തും. അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അതിന് ശേഷം നമ്മൾ ഉപ്പിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ചുമന്ന മുളക് പൊടി ഇടാം. അത് കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് പിന്നെ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാലയാണ് ഞാൻ ഇടുന്നത്. ഗരം മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എന്താ പറയുക, ജീരകം അത് കുറച്ച് പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇട്ടത്. അപ്പം അത് മൂന്നും കൂടി ആകുമ്പോൾ അതിന് പ്രത്യേക ഒരു മണവും ഒരു ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ. ഇത്രയും കൂടി നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ നമ്മൾ വാരി ഇതിലേക്ക് അങ്ങ് ഇടണം കേട്ടോ. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ അടച്ചു വെക്കാൻ പാടില്ല. അത് മൂടി വെക്കാതെ തന്നെ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടേണ്ടത്. ആ മൂടാതെ തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള അടിപൊളി വഴുതനങ്ങ മെഴുക്ക് പുരട്ടി കിട്ടും. സൂപ്പർ വഴുതനങ്ങയായിരിക്കും. നല്ല വൈറ്റ് കളറുടെ വഴുതനങ്ങയാണ്. ആ ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കറയെല്ലാം പോയി നല്ല അടിപൊളിയായിട്ട് നമുക്കത് കഴിക്കുമ്പോൾ നല്ല ഒരു എന്താ പറയുക, നല്ല അടിപൊളി മെഴുക്ക് പുരട്ടി കഴിക്കാൻ പറ്റും. അപ്പം ചിലർ സാധാരണ മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കുമ്പോൾ അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവി വെള്ളവും അതുപോലെ വഴുതനങ്ങയിൽ നല്ല വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതാണ്. അതെല്ലാം കൂടി അങ്ങോട്ട് അടച്ചു വെക്കുന്നതിലൂടെ അടിപൊളിയായിട്ട് അതങ്ങോട്ട് വെന്ത് കിട്ടും എന്നുള്ളതാണ് വലിയൊരു സത്യം. പക്ഷേ അടച്ചു വെക്കാൻ പാടില്ല, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ചെറുതായിട്ട് തീ ഒരു ഹാഫ് ഫയറിൽ തന്നെ ഇടണം. അപ്പോൾ അടിപൊളി മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും സ്വാദിഷ്ടമായ അടിപൊളി മെഴുക്ക് പുരട്ടി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും തരികയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു മെഴുക്ക് പുരട്ടി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും ഈ മെഴുക്ക് പുരട്ടി ഒന്ന് ഉണ്ടാക്കണേ കേട്ടോ. ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണേ.